നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നു. 36 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് വട്ടിയൂർക്കാവിലാണ് സമാപിക്കുക. സുജു ടി ബാബു കൂടുതൽ വിശദാംശങ്ങളുമായി. സുജു, ഇപ്പോൾ കോവളത്തെ പര്യടനം പൂർത്തിയാക്കി. ഇനിയിപ്പോൾ എവിടേക്കാണ് പര്യടനം ബാക്കിയുള്ളത്? ഇതൊക്കെയാണ് മറ്റു വിവരങ്ങൾ. കീർത്തി, ഇപ്പോൾ കോവളത്തെ പര്യടനമാണ് പൂർത്തിയായിരിക്കുന്നത്. കോവളത്തും വൻ ജനാവലിയാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിക്കും മുതൽ തന്നെ നവകേരള സദസ്സിൽ എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തം അതുതന്നെയാണ് കോവളത്തും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ വേദികളിൽ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഒരു പന്തലിലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ജനതയാണ് നവകേരള സദസ്സിലേക്ക് എത്തുന്നത്. സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും അവിടെ ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സൗകര്യമുള്ള അല്ലെങ്കിൽ വിസ്തീർണമുള്ള ഒരു വേദിയായിരിക്കും ഒരുക്കുന്നത്. അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തധികം ആളുകൾ എത്തുന്നു. ഇത് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ചൊടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അവർ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്നു. എന്നാൽ ഞങ്ങൾ പറഞ്ഞത്, അതായത് ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടത് പ്രകോപനം ഉണ്ടാക്കരുത്, പ്രകോപനം ഉണ്ടാക്കുന്നവരുടെ ആ പ്രകോപനത്തിൽ വീഴിടുന്നു. എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷം പറയുന്നതായി മുഖ്യമന്ത്രി പറയുന്നത് അടിക്കണമെന്ന് ആവർത്തിച്ചു പറയുന്നു. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുമ്പോൾ അണികൾ ആക്രമണം നടത്തുന്നു. അതാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കലാപമുണ്ടാക്കുന്ന കാഴ്ച കാണുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ആവശ്യം, അതായത് കേന്ദ്രത്തിൻ്റെ കേരള വിരുദ്ധ നയത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. നവകേരള സദസ് ആരംഭിച്ച ശേഷവും കേരളത്തിനെതിരെ കേന്ദ്രം കേരള വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നു, വായ്പ നിഷേധിക്കുന്നു, കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു. ഇത്തരം ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാ വിരുദ്ധമായ നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കിടക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണം, വിഷയത്തിൽ ആവശ്യമെങ്കിൽ ചർച്ച നടത്താമെന്ന്. എന്നാൽ പ്രതിപക്ഷം ഇതിൽ ഞങ്ങൾ സഹകരിക്കുന്നില്ല നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. എന്നാൽ ജനങ്ങളാകെ പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള ജനത നവകേരള സദസ്സിനെ ഏറ്റെടുത്തിരിക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതുതന്നെയാണ് കോവളത്തെ വേദിയിലും കാണാൻ സാധിച്ചത്. കീർത്തി, ശരി, സുജുവാണ് വിവരങ്ങൾ.